പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാവുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? യെരമ്യാ പ്രവാചകൻ ദൈവത്തോട് ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ദൈവത്തിന്റെ ഉത്തരം, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇന്ന് പ്രഭാതത്തിലും ദൈവത്തോട് പല ചോദ്യങ്ങളും നമ്മൾക്കുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? എന്തുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ മാത്രം നടക്കുന്നില്ല എന്നു തീരും ഈ വിഷയങ്ങൾ. ദൈവത്തിന് പറയുവാനുള്ള ഉത്തരം ഒരു ചോദ്യമാണ്, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നമ്മുടെ ഏത് അസാധ്യമായ വിഷയവും ദൈവകരങ്ങളിൽ സമർപ്പിച്ചാൽ അവിടുന്ന് നമുക്ക് വേണ്ടി അസാധ്യങ്ങൾ സാധ്യമാക്കി തീർക്കും. ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ നാം കടന്നുപോകുന്ന സകല വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ വിടുതൽ വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുക, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അസാധ്യങ്ങൾ ഈ പ്രഭാതത്തിൽ സാധ്യമായി തീരുവാൻ പോവുകയാണ്. ഈ വലിയ ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കടന്നുപോകുന്ന ജീവിത സാഹചര്യങ്ങളെ ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനത്തിലൂടെ ആ വിഷയങ്ങളുടെ മേൽ വിടുതൽ വ്യാപരിക്കുന്നതിനായി, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.